ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ മനോഹരമായ പൂക്കളുള്ള ഒരു ചെടി നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ എത്ര ഭംഗിയായിരിക്കും അല്ലേ? കാണാൻ എന്ത് രസമാണ്. ഇതിൻ്റെ പേര് ബൊഹീനിയ എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് നടുന്ന രീതി ഒന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വലിയൊരു ചട്ടിയിലാണ് ഞാൻ നടുന്നത്. അപ്പോൾ ആ ചട്ടിയിൽ ആദ്യം നമ്മൾ അടിയിൽ കുറച്ച് ഇഷ്ടിക പാകിയിട്ടുണ്ട്, ഇഷ്ടികയുടെ മുറി. അതിൻ്റെ മുകളിൽ കുറച്ച് തൊണ്ട്, അതിന് മുകളിൽ കുറച്ച് കരിയില, പച്ചയും ഉണക്കലുമായിട്ട്, പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പോട്ടിംഗ് മിക്സ്. നമുക്കിനി നമ്മുടെ ചെടി നട്ട് നോക്കാം. ഈ ചെടി ഞാൻ വാങ്ങിയത്, ഞാൻ സ്ഥിരമായി വാങ്ങാറുള്ള ഗാർഡനുണ്ട്, സന്തോഷ് ഗാർഡൻ എന്ന് പറഞ്ഞ് പത്തനംതിട്ടയിൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നട്ട് നോക്കാം. അപ്പോൾ കരിയിലയും തൊണ്ടും ഇഷ്ടിക കഷ്ണം എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. ഈ മണ്ണിൽ കണ്ടില്ലേ, ഞാൻ കുറച്ച് മുട്ടയുടെ തോട് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം അതിൽ നല്ലൊരു വളമായിട്ടാണ്, മണ്ണിന് തന്നെ നല്ലൊരു വളക്കൂറുള്ള ഒരു മണ്ണാണ്. അപ്പോൾ മണ്ണിട്ടതിന് ശേഷം ഒരു ചട്ടി നിറച്ച് ചാണകപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ഒരു കപ്പ്, അതായത് ഒരു കപ്പെന്ന് പറഞ്ഞാൽ നല്ലൊരു വലിയ കപ്പാണ് കേട്ടോ, അതിലേക്ക് അതും കൂടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയുമാണ്, അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മണ്ണിൽ യോജിപ്പിച്ച്, മണ്ണ് ചാണകപ്പൊടി എല്ലാം ഉണ്ട്, ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടി ഈ ചട്ടിയിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. മണ്ണോടുകൂടി തന്നെ നമുക്ക് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അതേ മണ്ണോടുകൂടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് ചെറുതായിട്ടൊന്ന് ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മണ്ണൊക്കെ ഉറപ്പിച്ച് കൊടുക്കാം. മണ്ണ് നന്നായി ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണും കൂടെ, പൊട്ടിംഗ് മിക്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അതിനെ ഒന്ന് ഇതുപോലെ മണ്ണൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം അങ്ങനെ തളിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു വലിയ ചട്ടി ആയത് കാരണം നമുക്ക് ഇടയ്ക്കൊക്കെ വളം നൽകാനും മണ്ണ് വേണമെങ്കിൽ ആവശ്യത്തിന് കൊടുക്കാനും ഒക്കെ പറ്റും. ഇതിൻ്റെ സൈഡിൽ നല്ലൊരു ഹോളുണ്ട് കേട്ടോ. ആ ഹോളിൽ കൂടെ വെള്ളം ഒലിച്ചു പോവുകയും ചെയ്യും, വെള്ളം തങ്ങി നിൽക്കില്ല. അപ്പം നമുക്ക് മനോഹരമായൊരു പൂന്തോട്ടം ഇതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുമല്ലോ.